നമ്മളെല്ലാവരും മാസം തോറും നടത്തി വരാറുള്ള മജ്‌ലിസ് നൂറിൻ്റെയും സലാത്തിൻ്റെയും മജ്‌ലിസിനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അത് തന്നെ നമ്മൾ സ്വലാത്ത് ചൊല്ലി, അതേപോലെ മജ്‌ലിസ് നൂറൊക്കെ ചൊല്ലി, അസ്മാൽ ബദറിൻ്റെ പേരൊക്കെ ഓരോന്നും നമ്മൾ ഇങ്ങനെ പറഞ്ഞു. അല്ലാഹു ഖബൂലാക്കട്ടെ, അവരുടെ മദദും നുസ്റത്തും കാബലും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അപ്പോൾ വല്ലാത്ത പോരിശേറിയതായ ഒരു സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ സ്വലാത്തിനെ അപേക്ഷിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞതിന് എല്ലാത്തിനൊരു പരിഹാരം എന്ന് പറയുന്നത് സ്വലാത്താണ്. സലാത്ത് ചൊല്ലിയിട്ട് ഒരാൾ അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക്, അള്ളാഹിൻ്റെ ദർബാറിലേക്ക് ഇരു കൈകളും നീട്ടിയിട്ട് പടച്ചറപ്പിനോട് നമ്മൾ പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിലേക്ക് എത്താനും ഭൂമിയിലാവട്ടെ പാരത്രിക ഗുണത്തിലാവട്ടെ എല്ലാ നിലക്കുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സലാത്തിലൂടെ കഴിയുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നബി തങ്ങൾ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രധാനികളായ 4 മലക്കുകൾ കടന്നു വരുന്നു. അതാനി ജിബ്രീൽ വമീകായിൽ വഇസ്റാഫീൽ വഅസ്റായീൽ, അങ്ങനെ പ്രധാനികളായ 4 മലക്കുകൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. കടന്നു വന്നിട്ട് അവർ വല്ലാത്ത സന്തോഷത്തോടു കൂടെയാണ് കടന്നു വരുന്നത്. അതാ എന്തിനാണ് മലക്കുകളെ നിങ്ങൾ എല്ലാ 4 പേരും എൻ്റെ അരികിലേക്ക് വന്നിട്ടുള്ളത്? എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, നബിയെ, നിങ്ങളോടൊരു സന്തോഷം പറയാൻ വേണ്ടി വന്നതാണ്. എന്തെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൻ സല്ലാ അലൈക ഫീ കുല്ലി 10 മറ, ആരെങ്കിലും അങ്ങയുടെ പേരിൽ 10 സ്വലാത്ത് ആരെങ്കിലും രാവിലും വൈകുന്നേരം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന നേട്ടം എന്തെന്നറിയുമോ? അന ആഖിദും ബിയദിഹി വഅമറുഹു അല സിറാത്ത് പാലം എന്നൊരു പാലമുണ്ട്. ഭീകരമായ പാലമാണ്. ആ പാലത്തിലൂടെ അവന്റെ കൈ പിടിച്ച് ഞാന് സ്വർഗീയ ലോകത്തേക്ക് പറഞ്ഞയക്കുമെന്ന് മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ. നമ്മൾ എല്ലാവരും സ്വലാത്ത് ചൊല്ലുന്നവരാണ്. നിത്യമായിട്ട് 10 സ്വലാത്ത് ദിവസം ചൊല്ലുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുക. ആഴ്ചയിൽ ഒരിക്കലോ അതുപോലെ മാസത്തിൽ ഒരിക്കലോ ചൊല്ലിയാൽ ഇതിന്റെ നേട്ടം കിട്ടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് അഫ്ളലുൽ അഅമാൽ അദ്വമുഹാ, അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ളതായ അമൽ ഏതാണെന്നറിയുമോ? അത് നിത്യമായി ചെയ്യുന്ന അമലാണ്. നിത്യമായി ചെയ്യുന്ന ഇബാദത്തിനിക്കാണ് അല്ലാഹുവിന്റെ ദർബാറിൽ എത്തുന്ന സമയത്ത് ഏറ്റവും വലിയ പോരിശയേറിയ അമലെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്താ പറഞ്ഞത്? അങ്ങയുടെ പേരിൽ 10 പ്രാവശ്യം ചൊല്ലി 10 പ്രാവശ്യം സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ സിറാത്ത് പാലം എന്നൊരു പാലമുണ്ട്. അതിന്റെ ഭീകരത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. വഹുവ ജിസ്റും മംദൂദൻ അലാ മത്നി ജഹന്നമ, ജഹന്നമിന്റെ മേതെ നാട്ടപ്പെട്ട ഒരു പാലമാണ്. ആ പാലത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? അഹദ്ദു മിനസ് സൈഫി, വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. വഅദഖു മിനശ് ശഅരി, മുടിനാരിനേക്കാൾ ലഘുവായുള്ളതായ ഒരു പാലമാണ്. മാത്രമല്ല യഅബറു അഹ്ലുൽ ജന്ന, സ്വർഗ്ഗക്കാരായ ആളുകളാണ് ആ പാലം വിട്ട് കടക്കുക. വയസില്ലു അലൈഹിൽ അഖ്ദാം അഹ്ലിൻ നാർ, നരകക്കാരായ ആളുകളുണ്ടല്ലോ, ആ പാലത്തിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരുടെ കാലങ്ങ് വിറച്ചുകൊണ്ട് ആ നരകത്തിലേക്ക് വീഴുമെന്ന് മഹാനായ
മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെയാണ് വർഷങ്ങളോളമാണ് ആ പാലം താണ്ടാനുള്ളത്. വർഷങ്ങളോളമുണ്ട്. അതിൽ രാവുണ്ട്, പകലുണ്ട്, കൂരിരുട്ടുള്ളൊരു ഭാഗമുണ്ട്, ഇറക്കമുണ്ട്, കുത്തനെയുള്ള കയറ്റമുണ്ട്. അതേപോലെ തന്നെയാണ് ആ പാലത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ഒരുപാട് കുളത്തുകളുണ്ട്. സുബ്ഹാന ജല്ല, സുബ്ഹാന ജല്ല. ഒരുപാട് കുളത്തുകൾ സംവിധാനിക്കപ്പെട്ടതായ ഒരു പാലമാണ്. നമ്മുടെ മനസ്സുകൊണ്ട് ആലോചിക്കാൻ പറ്റാത്ത പാലമാണ്. എന്നാൽ സന്തോഷം കേൾക്കണോ? ഇന്നത്തെ ദിവസം അങ്ങ് എല്ലാ ദിവസവും 10 സലാത്ത് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ജിബ്രീലിന്റെ അകമ്പടിയോടുകൂടെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. മാത്രമല്ല, ആദ്യമായി സ്വർഗ്ഗോദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ചങ്കിലെ ചോരയായ സൂര്യനും ചന്ദ്രനും നക്ഷത്രവും ഗോളങ്ങളും താരങ്ങളും മാമലകളും മലകളും സമതലങ്ങളും ആറുകളും പുഴകളും ഈ ബ്രഹ്മാണ്ഡ ഘടകം മുഴുവനോ പടക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ ആദ്യം സ്വർഗ്ഗത്തിലേക്ക് പോകുന്നത്. സ്വർഗ്ഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൻ്റെതായ സുഖങ്ങളെ കണ്ട് നബി തങ്ങൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്ലാദിക്കുകയില്ല. ആ പാലത്തിന്റെ ഒരു ഭാഗത്തിരുന്നു കൊണ്ടതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്. എന്റെ സമൂഹമാണ് കടന്നു വരുന്നത്, എന്റെ സമൂഹമാണ് കടന്നു വരുന്നത്, എന്റെ ഉമ്മത്തീങ്ങളായ പാവപ്പെട്ട ഉമ്മത്തീങ്ങളാണ് കടന്നു വരുന്നത്. അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം. അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ, രക്ഷപ്പെടുത്തണേ അല്ലാഹ്. 3 പ്രാവശ്യം ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രവാചകനുണ്ടല്ലോ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. ഈ പ്രവാചകന്റെ പേരിലാണ് നമ്മൾ സ്വലാത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളുണ്ടല്ലോ വല്ലാത്ത തൗഫീഖ് കിട്ടിയ ആളുകളാണ്. മാത്രമല്ല, ഇന്ന് റൗളാ ഷരീഫിൽ ചെല്ലുന്നു. ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് സലാത്ത് എത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഒരു മലക്കിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നബി തങ്ങളാ പറയുന്നത്, ഒരു മലക്കിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയുമോ? നമ്മുടെ വെട്ടിക്കാട്ട് ജുമാ മസ്ജിദ്, ഇന്ന ആളുടെ മകൻ ഇന്ന ആള് അങ്ങയുടെ മേലിൽ നബിയെ സലാത്ത് ചെല്ലുന്നുണ്ട്. ഇത് കണ്ടതാ ഹബീബ് ഇങ്ങനെ സന്തോഷിക്കുകയാ. ഇന്നത്തെ പേര് ഹബീബിന്റെ ചെവിയിൽ മുഴങ്ങിയിട്ടുണ്ട്. ഇന്ന് മുത്തഅല്ലിമീങ്ങൾ ചൊല്ലിയതായ സലാത്ത് ഹബീബിന്റെ പേരിൽ അവിടെ പേരും അഡ്രസ്സും വെച്ച് നബി തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സദസ്സിലേക്ക് ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ വന്നവർക്ക് കുറച്ചാണെങ്കിലും അങ്ങനെയാണല്ലോ, എല്ലാവരും പാടി ഉണ്ടാവൂല, ഒരു ഇതില് ഏർപ്പെടാൻ എല്ലാവരും കിട്ടൂല. കാര്യപ്പെട്ട ആൾക്കാർ, തുച്ഛമായ നമ്മുടെ മുഅ്മിനീങ്ങളായ ആളുകൾ ഇന്നത്തെ സദസ്സിലേക്ക് വന്നവർക്കുള്ള ഒരു സന്തോഷം അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. മാത്രമല്ല, 4 മലക്കുകളാണ് കടന്നു വന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കഴിഞ്ഞ ഉടനെ മഹാനായ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നബിയേ, മൻ സല്ല അലൈക ഫീ കുല്ലി യൗമിൻ 10 മറ അന ഉസ്ഖീഹി മിൻ ഹൗദിക. നബിയെ, അങ്ങയുടെ മേലിൽ എല്ലാ ദിവസവും 10 സലാത്ത് ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അങ്ങയുടെ ഹൗദുൽ കൗസർ ഉണ്ടല്ലോ, അതിൽ നിന്നിട്ട് ഞാൻ അവനെ കുടിപ്പിക്കുമെന്ന് മഹാനായ മഹാനായ മീകായിൽ അലൈഹിസ്സലാം. എന്താ ഹൗദുൽ കൗസർ?
എന്താ ഹൗദുൽ കൗസർ? നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റാത്തതായ ഒരു പാനീയമാണല്ലോ ഹൗദുൽ കൗസറിൽ നിന്ന് കിട്ടുക. നബി തങ്ങൾ പഠിപ്പിക്കുന്നത് അശദ്ദു ബയാളം മിനൽ ലബനി, പാലിനേക്കാൾ വെളുവെളുത്ത പാനീയമാണ്. വ അഹ്ലാ മിനൽ അസലി, തേനിനേക്കാൾ മധുരമുള്ള പാനീയമാണ്. മാത്രമല്ല വലിയുഹു അത്യബു മിനൽ മിസ്കി, മിസ്കിനേക്കാൾ സുഗന്ധത്തിനേക്കാൾ ഏറ്റവും സ്മെല്ലുള്ള ഒരു പാനീയമാണ്. വ ആനിയതുഹു അദമൻ നുജൂം, നക്ഷത്ര സമാനമായതായ അതിനൊരു കോപ്പകളുണ്ട് എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ്. പോരാ മുഅ്മിനീങ്ങളെ, അതിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? വമൻ ശരിബ മിൻഹു ശുർബതൻ യദ്മഉ ബഅദഹാ അബദാ, അതിൽ നിന്ന് ഒരു ഉറുക്ക് ആരെങ്കിലും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനിക്ക് ദാഹമേ ഇല്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മികായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്, അങ്ങയുടെ മേലിൽ 10 സ്വലാത്ത് എല്ലാ ദിവസവും ചൊല്ലിക്കഴിഞ്ഞാൽ അങ്ങയുടെ ഹൗദിൽ നിന്ന് ഞാൻ ഹൗദുൽ കൗസർ കുടിപ്പിക്കുമെന്ന് മഹാനായ മികായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ. മാത്രമല്ല മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് എന്തെന്നറിയുമോ? മൻ സല്ലല്ലാ അലൈക ഫീ കുല്ലി യൗമിൻ 10 മറ, നബിയുടെ അങ്ങയുടെ പേരിൽ ആരെങ്കിലും 10 സ്വലാത്ത് പറഞ്ഞാൽ, 10 സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ സജദതു സജദത തഹ്തൽ അർശി ലം അർഫഉ റഅസി മിൻഹാ ഹത്താ യഗ്ഫിർ ലഹു. നാളെ മഹ്ശറ വൽ സബീൽ ഒരുപാട് ഭീകരതകൾ അനുഭവിക്കുന്ന സമയത്തുണ്ടല്ലോ, അങ്ങേക്ക് വേണ്ടിയിട്ട് ഈ സ്വലാത്ത് ചൊല്ലിയവർക്ക് വേണ്ടി ഞാൻ സുജൂദിൽ ഞാൻ വീഴും. എവിടെ? അല്ലാഹുവിന്റെ അർശിലെ അല്ലാഹുവിന്റെ സിംഹാസനത്തിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ സുജൂദിൽ വീഴുന്നത്. ഏതുവരെ ഞാൻ സുജൂദിൽ വീഴുന്നറിയുമോ? അങ്ങയുടെ ദോഷം പൊറുക്കുന്നത് വരെ. ഇന്ന് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, അങ്ങയുടെ ദോഷങ്ങൾ പൊറുക്കുന്നത് വരെ അല്ലാഹുവോട് ഞാൻ ഇസ്തിഗ്ഫാർ തേടിയിട്ട് സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള ഒരു ടിക്കറ്റ് ഞാൻ വാങ്ങിത്തരുമെന്ന് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. ഇനി അവസാനത്തെ ഒരു മലക്കാണ് മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇത് പറഞ്ഞു കേട്ടപ്പോ അസ്റായീൽ എന്ന് പറഞ്ഞ മലക്കതാ പറയുകയാണ്, മൻ സല്ലല്ലാ അലൈക ഫീ കുല്ലി യൗമിൻ 10 മറ, നബിയേ അങ്ങയുടെ മേൽ 10 പ്രാവശ്യം ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അന അഖ്ബല റൂഹു കമാ അഖ്ബല അർവാഹിൽ അംബിയാ, നബിയേ പ്രവാചകന്മാരുടെ റൂഹിനെ പിടിക്കുന്ന രൂപത്തില് ആ 10 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയവന്റെ റൂഹിനെ ഞാൻ പിടിക്കുമെന്ന് മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ. എങ്ങനെ നബി തങ്ങളുടെ റൂഹിനെ പിടിച്ച രംഗമെന്താ എല്ലാവർക്കും അറിയില്ലേ? ആയിഷമ്മാന്റെ മടിയിൽ തല വെച്ചുകൊണ്ട് നബി തങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നതിന് ശേഷം അതാ നബി തങ്ങളുടെ റൂഹിനെ പിടിക്കാൻ ആരംഭിക്കുന്ന സമയത്ത് ആയിഷമ്മാനോട് നബി തങ്ങൾ മുഖത്ത് തട്ടി പറഞ്ഞില്ല, ആയിഷ, മരണവേദന വല്ലാത്ത വേദനയാണ് ആയിഷ. ഇതങ്ങ് കേട്ട സമയത്ത് മലക്കുൽ മൗത്ത് അസ്റായീൽ ഉറക്കെ ചൊല്ലി, സലാത്തോണ്ടെങ്കിലും അസ്റാ അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ മരണവേദന ഒരുക്കി തരാണെങ്കിലോ കുറച്ചു തരാണെങ്കിലോ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്, നബിയേ അങ്ങയുടെ റൂഹിനെ ഞാൻ എന്നെ ഇടങ്ങാറാക്കിയിട്ട് വേദനയോട് ഞാൻ പിടിക്കുന്നില്ല. അങ്ങയുടെ റൂഹിനെ പിടിക്കുന്നത് വെണ്ണയിൽ നൂല് വലിക്കുന്ന രൂപത്തിലാ. വെണ്ണയിൽ നൂല് വലിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയാസവും കൂടാതെയാണല്ലോ പുറത്തു പോകുന്നത്. അതുപോലെയാണ് നബിയേ നിങ്ങളുടെ റൂഹിനെ ഞാൻ പിടിക്കുന്നതെന്ന് പറഞ്ഞപ്പോ, എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദനയുണ്ടായിരുന്നു. മുഅ്മിനീങ്ങളെ, ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് 10 പ്രാവശ്യം
അങ്ങയുടെ പേരിൽ എല്ലാ ദിവസവും സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ പ്രവാചകന്മാരുടെ റൂഹിനെ പിടിക്കുന്ന രൂപത്തിൽ ഞാൻ കൊണ്ടുപോകും. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പറഞ്ഞിട്ടുള്ള നേതാവിനെ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾക്കും തന്നെ ആ വേദന നീ കൊടുക്കല്ല ഇസ്രായേലേ, ആ വേദന എനിക്ക് തന്നാളാ. എനിക്ക് തന്നാ മതി ആ വേദന. എന്റെ ഉമ്മത്തിങ്ങൾ ഒരാളെയും നീ പരീക്ഷിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞു. അവിടുന്ന് ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വർത്താനം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ദോഷികളായ ആളുകളുണ്ടല്ലോ, വല്ലാതെ ദോഷം ചെയ്യുന്ന തെറ്റുകളെ കൊണ്ടിട്ട് കുമ്പാരക്കണക്കിന് തെറ്റുകളെ കൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവിടെ റൂഹിനെ ഞാൻ പിടിക്കുന്നത് ധാരമുള്ളിലൂടെ പഞ്ഞിക്കട്ട വലിച്ചാൽ എങ്ങനെയാണ് പുറത്തു പോരുന്നത്, അതിനേക്കാൾ ഭീകര രൂപത്തിലാണ് അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകളെ ഞാൻ റൂഹിനെ പിടിക്കുന്നത് എന്ന് മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട് എന്ന ഒന്ന് ആലോചിച്ചാണ് മുഅ്മിനീങ്ങളെ. ഇത് എല്ലാവർക്കും വേദന വരുന്ന ആൾക്കാർ. ഇപ്പൊ നമ്മുടെ ചുറ്റുഭാഗത്ത് ഒരുപാട് ഖബറുകളുണ്ട്. ഈ ഖബറാളികളായ ആളുകൾ ഈ വേദന അനുഭവിച്ചിട്ടാണ് കിടക്കുന്നത്. ഇതിൽ നിന്നൊക്കെ ഒരു രക്ഷ കിട്ടാൻ വേണ്ടി നമ്മളെ പള്ളിയിൽ നടത്തുന്ന ഒരു മജ്‌ലിസുണ്ടോ സലാത്തോ അതിനൊക്കെ പുറംകാലം കൊണ്ടിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ എവിടെ കിടക്കുന്നതൊക്കെ ആരതൊക്കെ വിജയിപ്പിക്കണം. നമുക്ക് ഒരുപാട് ചുമതലകളുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമുക്കൊരു പള്ളിക്കാണ് പോന്നാൽ പോരെ, നമ്മൾ കുട്ടികളും മക്കളും കൊണ്ടുവന്നുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണ്. മുഅ്മിനീങ്ങളെ, ഓരോ ദിവസം ഓരോ മാസം അതിനനുസരിച്ച് ആൾക്കാർ കുറഞ്ഞു വരാം. സാധാരണ അങ്ങനെയല്ല ഉണ്ടാവില്ലേ, കൂടിയല്ലേ, എന്തോ പറ്റി. ഞാൻ പറഞ്ഞു, നമുക്കൊരുപാട് ചുമതലകളുണ്ട്. ആൾക്കാരാണ് കൊണ്ടുവരും, ബാക്കി ഏറ്റോടാണ് കിട്ടേണ്ട അച്ഛങ്ങളൊക്കെ. ഇനിയിപ്പോൾ ചോറ് വെച്ച് കൊടുക്കേണ്ടതിനാണ്. അങ്ങനെ അതൊന്നും നേരം പോകും. നമുക്ക് 10 മിനിറ്റ് കണക്കുള്ളൂ. അപ്പം ഞാൻ മനസ്സിലാക്കണം എന്താ വെച്ചാലേ, നമുക്ക് ഇപ്പം ചീന കൊടുത്ത് വരികയാണെങ്കിൽ നമുക്ക് ഒരു ചോറ് വെച്ച് കൊടുക്കുക, ഒന്നാണ് കിട്ടിയാൽ മതി. നമുക്ക് ബാക്കി കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട് ഇവിടെ എല്ലാ നിലക്കും. ഇപ്പം നമ്മൾ ജമാഅത്തിൻ്റെ വിഷയത്തിന്, അപ്പോൾ നേരം കുറേ ആവണോ, ജമാഅത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും ഒന്ന് ആലോചിച്ച് എത്ര കുറച്ച് പരിമിതമായ ആൾക്കാർ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ മഹല്ല് പള്ളിയാണ് സമയത്ത് അതിൻ്റെതായ അത്രപോലും ആൾക്കാർ കടന്നു വരുന്നില്ല എന്നാണ്. എന്നാൽ പള്ളിക്കൊക്കെ വന്ന് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഫർദ് ഐനായ കാര്യമാണ്. ഇപ്പോൾ നിങ്ങളെ മഹല്ലിൽ നിന്നിട്ട് പുറത്തുനിന്ന് ഒരാളൊരു ഭക്തിന് പള്ളിക്കൊക്കെ വന്നിട്ടില്ലെങ്കിൽ ആ നാട്ടിലുള്ള മുഴുവൻ ശിക്ഷയ്ക്ക് കയറേണ്ടി വരും. ഞാൻ പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹി അതിൻ്റെ ഗൗരവം എത്ര. അപ്പോൾ ഇവിടെ കുറച്ച് നമ്മൾ കാരണന്മാരെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരോണ്ടാണ് എന്താവണത് മറ്റുള്ള ആൾക്കാർ ജീവിക്കുന്നത്. അത് മനസ്സിലാക്കണം. ഇവരെ കൊണ്ടാണ് മറ്റുള്ള ആൾക്കാർ ആ ശിക്ഷയിൽ നിന്നിട്ട് ഒഴിവെടുക്കാം. ഇന്നത്തെ പള്ളികൾക്ക് വരണ്ടേ? അപ്പോൾ ഉമ്മാരൊക്കെ എൻ്റെ സത്യം ശ്രമിക്കുന്നുണ്ട് എങ്കിൽ നല്ല സ്നേഹബുദ്ധിയാൽ തന്നെ പള്ളികൾക്ക് വന്നേക്കാം. ഇത്തരം സദസ്സിലേക്കൊക്കെ നമ്മുടെ ഭാര്യയും നമ്മളെ മക്കളെയും നമ്മുടെ ഭർത്താക്കന്മാരെയും പാലക്കൊണ്ട് പള്ളി വലിച്ചുകൊണ്ടിരാം. ഇത് നിശ്ചലമായ ഒരു ജീവിതമാണ് നമ്മളുള്ളത്. എൻ്റെ ഉമ്മത്തിങ്ങൾ ശരാശരിയായി 60-70. അതിൽ കിട്ടിയ കിട്ടി അടവരിച്ചപ്പോത്തിന് അല്ലാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. അതിൻ്റെ ഇടയിലാണുള്ള സമയത്ത് നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സമയം കണ്ടിട്ടില്ലെങ്കിൽ എപ്പോഴാണ് മുഅ്മിനീങ്ങളെ മരിച്ചണല്ലോ എന്ന് ആലോചിച്ച് നോക്കുകയാണ്. എന്താ നമ്മളെ കയ്യിലുള്ളത്? ശൂന്യമായ ഖൽബ. എന്തെങ്കിലും അതിൽ കയറുമോ? ഇല്ലേനും. ഇത്തരം സദസ്സിലേക്ക് വന്നാലല്ലേ ഇസ്ലാമികമായിട്ടുള്ള ഒരു ആവേശം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇത് ഈ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കെല്ലാം അല്ലാഹു ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ ഒരുപാട് ആളുകൾ അകമൊഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. ഭക്ഷണത്തിലേക്കൊക്കെ പിരിവ് നടത്തി എല്ലാ നിലക്കും നല്ല സൗഹാർദ്ദത്തോടു കൂടെ സ്വീകരിച്ച് അതിൽ വേണ്ട എല്ലാ നിലക്കുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളതായ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അർഹമുർ റഹീമായ അല്ലാഹ് അതേപോലെ തന്നെയാണ് നമ്മുടെ പള്ളിയിലേക്ക് മദ്രസ
മദ്രസയിലേക്ക് മുത്തഅല്ലിമീങ്ങളിലേക്ക് ഈ വളമയിലേക്കൊക്കെ ഒരുപാട് ആളുകൾ അകമൊഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. നിന്റെ ദീനിന് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം ദാനധർമ്മങ്ങളും സദഖകളൊക്കെ നൽകുന്നത്. അർഹമറാഹിമായ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അതേപോലെ എൻ്റെ ഉമ്മമാരോടൊക്കെ പറയാനുള്ളത്, ഞാൻ പറഞ്ഞു നമ്മൾ ഇത്തരം പരിപാടിയിലൊക്കെ നിങ്ങൾ ആൾക്കാരെ പറഞ്ഞേക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു വിധം നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാൻ കഴിയും. ഇൻഷാ അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. അതേപോലെ നമ്മുടെ മുത്തഅല്ലിമീങ്ങളിലൊക്കെ നമ്മളിപ്പോൾ മാസത്തിലൊരിക്കൽ